ഇവിടെ നിർത്തിക്കോ. ആരോ താഴെ പോയ എന്താ ഇത് താഴെ പോയത്? നീ വാ. ധാര എൻ്റെ തന്നത് ആരാടത്? പോടാ പട്ടി. ഒരു സാധനം പിടിച്ചു മനുഷ്യനോട് ഇരിക്കുന്ന കാണാൻ അല്ലേ? എഴുന്നേക്കുക. നീ വീട്ടിലൊന്ന് കയറണമല്ലോ. എന്ത് ആരെങ്കിലും ഒന്ന് കൊണ്ട് ആക്കട വീട്ടിലോട്ട്. വീഴല് മണി വീഴല്. ഓക്കേ, ജാരി സ്റ്റെപ്പൊക്കെ വെച്ചിട്ടേ പോയി. എടാ, ഒരു ജോലി ചെയ്യുമ്പോ പുറോട്ട് വിളിക്കല്ലേ? ഞാൻ ഒന്ന് കയറി പൊക്കോട്ടെ. എൻ്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു? സുമതി അല്ലല്ലോ. വാസന്തി മോളെ വാലുറന്നേടി. വാസന്തി പെങ്ങളെ, ഒരു ഓട്ടക്കാരൻ മണിയുടെ വീടാണെന്നറിയോ? വാസന്തി ഇന്ന് 4 കാലിൽ തന്നെ ഒരു മാറ്റവും ഇല്ല. അത് രാവിലെ എന്തൊക്കെയോ ചെയ്യാനെന്ന് പറഞ്ഞ് ഓട്ടോ എടുത്ത് പോയതല്ലേ. ഇപ്പൊ സമയം എത്രയായി? 12 മണി. 12 മണിയൊന്നുമില്ല, മണി ആകെപ്പാടൊന്നുള്ളൂ. അത് ഈ ഓട്ടോക്കാരൻ മണിയാ. ആന വെച്ച് കുതിര വെച്ച് കാലാള വെട്ടി തേര് വെട്ടി മന്ത്രി പോയി. നിങ്ങളുടെ പേരല്ല ഞാൻ പറഞ്ഞത്, സമയോ. ഉച്ചയ്ക്ക് വരാന്ന് പറഞ്ഞ് പോയതാ. വിളിച്ചിട്ട് ഫോണ് സ്വിച്ച് ഓഫ്. കാലാള് വരട്ടെ, കാലാള്. അതെ, കുതിര അടിക്കളിയാ. ആ, മണിയേട്ടാ, ഈ കാശ് എവിടുന്ന?
മണിയേട്ടാ, മണിയേട്ടാ, ഞാനില്ല ഓട്ടം വരുന്നില്ല. നീ പൊക്കോ, ഞാനില്ല ഓട്ടം. മനുഷ്യൻ ഇതെങ്ങനെ കൊണ്ട് കിടത്താനാ? മണിയേട്ടാ എണീക്ക്. വേണ്ട വണ്ടി തള്ളിക്കൊണ്ട് പോലെ. വണ്ടി എടുത്തോണ്ട് പോലെ. അയ്യോ മണിയേട്ടാ തിരിഞ്ഞു കിടക്ക്. ജയ, എനിക്കിനി വേണ്ട. എനിക്കിനി കള്ളു കുടിക്കാൻ വയ്യ. വാസന്തി അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അവളാണെങ്കിൽ ഇക്കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റടാ. ഏടാ ഷർട്ട് ഇടിക്കല്ലേ? ഷർട്ട് വേണ്ട എനിക്ക്. എന്റെ എനിക്ക് ഷർട്ട് വേണ്ടടാ. ജയ എന്റെ ഷർട്ട് ഇതാ. വാസന്തി പോവാടാ. അവളറിഞ്ഞ ഭയങ്കര സങ്കടമായിരിക്കും. ജയ ബാക്കി 4 രൂപ 50 വെച്ച് നടക്കും. ഇത്രയും കാശ് എവിടുന്ന എങ്ങർക്ക് കിട്ടിയത്? ഈശ്വരാ, വല്ല ലോട്ടറി അടിച്ചതാണോ? ഒരു പക്കോഴ ഒഴിച്ചിട്ട് ഒരു പക്കോഴ ഒഴിച്ച്
ചോദിക്കാൻ പറ്റൂ? അല്ലെങ്കിൽ വേണ്ട, കിടന്നുറങ്ങട്ടെ. ചെക്ക് ചെക്ക് ചെക്ക്. എവിടുന്നായിരിക്കും ഇത്രയും പണം കിട്ടിയിട്ടുണ്ടാവുക? എന്തായാലും മണിയേട്ടൻ ചോദിക്കുന്നവരെ ഈ പണത്തെ കുറിച്ച് ഒരു അക്ഷരം ഞാൻ മിണ്ടില്ല. എവിടെയെങ്കിലും ഇതൊന്ന് ഒളിപ്പിച്ചു വെക്കണം. ഇതെവിടെയാ ഒന്ന് ഒളിപ്പിച്ചു വെക്ക? ഈ പണത്തിന് ഒരവകാശം വരല്ലേ ഭഗവാനെ. അതുമിതുമറിയാതെ പണം വന്നു കയറുമ്പോൾ മനമിതു മറിയുന്നതറിയില്ലേ? മണിയേട്ടനറിയണ്ട മറുത്തൊന്നും പറയില്ല, മണിയുണ്ടേൽ മണി പോലെ കാര്യങ്ങൾ. അതുമിതുമറിയാതെ പണം വന്നു കയറുമ്പോൾ മനമിതു മറിയുന്നതറിയില്ലേ? മണിയേട്ടനറിയണ്ട മറുത്തൊന്നും പറയില്ല, മണിയുണ്ടേൽ മണി പോലെ കാര്യങ്ങൾ. ഒന്ന് വേഗം വാ ചേച്ചി. വരുന്നു. ഇങ്ങ് തന്നേക്ക്. ചേച്ചിക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. എന്താ? കയ്യിലാണോ പാലൊഴിക്കുന്നത്? പാത്രം എവിടെ? മറന്നു പാത്രം. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. എന്ത് പറ്റി? ശോ. ഈ ചേച്ചിക്ക് ഇതെന്ത് പറ്റിയത്? മനുഷ്യനെ കിടന്ന് ഉറക്കേയില്ല. ഇത്തിരി ഭ്രാന്തായോ? കൊച്ചുകൾ പങ്കെടുത്ത് കിടന്ന് ഓടണത്. അതെ, ഇന്ന് മുതൽ 1/2 ലിറ്റർ പാല് കൂടുതൽ വേണം. എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല. ഇനി തൊട്ട് 1/2 ലിറ്റർ പാല് കൂടുതൽ വേണം. നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ ചേച്ചി? അതൊന്നും അല്ലടാ, മണിയേട്ടന് ശുദ്ധമായ പാല് കൊടുക്കണം, രാവിലെയും വൈകിട്ടും. ആർക്ക്? മണിയണ്ണനാ? 24 മണിക്കൂറും വെള്ളം അടിച്ചോണ്ട് നടക്കുന്ന മണിയണ്ണനും പാലോ? ചിരിക്കണ്ട, മണിയേട്ടൻ മദ്യപാനം നിർത്തി. എന്ന്? ഇന്ന്. നീ പാലൊഴിച്ചിട്ട് പോവാൻ നോക്കിയേ. അതും കൂടെ ഒഴിച്ചേ. 1/2 ലിറ്റർ. സമാധാനപ്പെട് ചേച്ചി, ഓരിക്കോട്ടെ. വേഗം ആവട്ടെ. ചേച്ചി ചായ. ചായ അടുക്കളയിലേക്ക് അടുപ്പിക്കില്ല. സുഖിച്ചുറങ്ങട്ടെ പാവം. സ്വപ്നത്തിൽ എത്ര കളിയാ ജയിച്ചത്. എന്റെ ബനിയൻ എവിടെ? മണിയേട്ടൻ ഇനി എന്നും പാല് തന്നെ കൊടുക്കണം. പാല് കുടിച്ച് വെളുക്കട്ടെ. ഇതെവിടെ ഇരുന്നാ ശരിയാവില്ല. എവിടെയാ ഒന്ന് ഒളിപ്പിച്ചു വെക്കുക? അരിപ്പെട്ടിയിലായല്ലോ. അതുമിതുമറിയാതെ പണം വന്നു കയറുമ്പോൾ മനമിതു മറിയുന്നതറിയില്ലേ? എന്താടാ ചേച്ചി എന്തിനാ പേടിച്ചത്? ഇങ്ങനെ വിളിച്ച പിന്നെ ആരായാലും പേടിക്കില്ലേ? ചായ ഇല്ലേ ചേച്ചി? ചായയൊക്കെ ആവുമ്പോ തരാം, നീ പോയേ. ഈ അളിയനെ ഇന്നലെ എപ്പോഴാ വന്നത്? രാത്രി ഒരുപാട് വൈകി. അതെല്ലേ, ഉണർന്നില്ലല്ലോ. കുടികിടപ്പാണെന്നാണ് തോന്നണത്. എന്തോന്ന്? അല്ല, കുടിച്ചിട്ട് കിടക്കെന്ന് പറഞ്ഞതാ. അല്ല ചേച്ചി, ഇന്നലെ അളിയൻ വന്ന സമയത്ത് എന്തെങ്കിലും താഴെ വീണായിരുന്നോ? എന്ത് വീഴാൻ? അല്ല, ഒരു ശബ്ദം കേട്ടായിരുന്നേ. ആ, അത് അളിയൻ വീണതായിരിക്കും. ചേച്ചി, ഒരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറയാം. പറ. ചേച്ചി ഒന്നുകൂടി ശ്രദ്ധിക്കണം. എന്ത്? അതെന്റെ മേളിൽ നിന്ന് എണീക്ക്. ഇവിടെ ഇരുന്ന് എന്താ കുഴപ്പം? എടാ എഴുന്നേക്കാൻ.
ഇങ്ങോട്ട് വന്നേ. ഇതെന്തു പാട്? ഇനി പറ, നിനക്ക് എന്താ പറയാനുള്ളേ? അല്ല ചേച്ചി, പല ദിവസങ്ങളിലും എന്തൊക്കെയോ പരിപാടികളുണ്ടെന്നും പറഞ്ഞ് അളിയൻ ഓട്ടോ എടുത്തോണ്ട് പോകും. ഇന്നലെ അടുക്കള സാധനങ്ങളുമായി ഉച്ചയ്ക്ക് വരാമെന്നും പറഞ്ഞല്ലേ പോയത്. വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഫോൺ സ്വിച്ച് ഓഫും. ഇതിന്റെ അർത്ഥം എന്താ? ഇതിനെന്താർത്ഥം? എന്തായാലും കൊണ്ടുവന്നില്ലേ? എന്തു കൊണ്ടുവന്നു? കാലെടുക്കടാ, കാലെടുക്കാൻ. പച്ചക്കറി ഓ ദാ. കണ്ടോ? പകല് മുഴുവൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും അളിയൻ കുറച്ച് പച്ചക്കറിയും മുരിങ്ങാക്കോലും കൊണ്ടുവന്നാ മതി. കഷ്ടം. ഇനി ആരറിഞ്ഞു വല്ല പെണ്ണുങ്ങളായിട്ട് വല്ല ബന്ധം ഉണ്ടോന്ന്. ആ കമ്പനിപ്പടിയിലെ ശ്രീലത സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന അളിയന്റെ ഓട്ടോ. നീ എന്തായി തപ്പുന്നേ? അതെ, നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് ഇത്തിരി ഉമിക്കരി വേണം. അത്രേ ഉള്ളോ? ദാ ഇവിടെ ഇരിക്കുന്നു. കൊണ്ടുപോയി പല്ലേക്ക് പോ. ഇടാ, പോയി പല്ലേക്ക്. എന്തൊരു പാടാ നോക്കിയത്. ഇത് ഇവിടെ വച്ചാ ശരിയാവില്ല. കാര്യം അവനെന്റെ അനിയനൊക്കെ തന്നെ ആണെങ്കിലും കാശിന്റെ കാര്യത്തിൽ അച്ഛനുമില്ല അനിയനുമില്ല. ഒന്നാമതേ അവൻ ആളത്ര ശരിയല്ല. കാശ് കണ്ടാൽ അവൻ അടിച്ചു മാറ്റും. അവൻ എന്തെങ്കിലും പറഞ്ഞ് ഇവിടുന്ന് ഓടിച്ചു വിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ശിവ, ശിവ, നീ പല്ലേക്കാണല്ലോ അല്ലേ? അതെ, എന്താ വിളിച്ച്? നീ പല്ലേക്കാണോന്ന് അറിയാൻ വേണ്ടി വന്നതാ. അത് കൊള്ളാം. ഉമിക്കടി കൊണ്ട് പല്ലിയൊക്കെ അല്ലാതെ വേറെ എന്തെങ്കിലും അഭ്യാസം കാണിക്കാൻ പറ്റുമോ? നീ ഒന്ന് ചിരിച്ചേ. നിന്റെ വായനാറ്റം ഒക്കെ പോട്ടെ, നന്നായിട്ട് പല്ലേച്ചു തേച്ചോട്ടാ. അതെ, ആ പോയോ? ഈ കാശ് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്റെ പ്രാർത്ഥന കേട്ട് ദൈവം കൊണ്ട് തന്നതായത്. എന്റെ കൃഷ്ണ, ഈ പണം ഞാൻ നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുക. സൂക്ഷിച്ചോണേ. മണിയുണ്ടേൽ മറിയില്ല ഭൂലോകം. മണി മാറ്റേഴ്സ്, മണി മാറ്റേഴ്സ്.